Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആൽജിബ്ര ആൻഡ് ഐഡന്റിറ്റീസിൽ വരുന്ന എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അതിൽ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 3rd ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. പ്രൊഡക്റ്റിൽ നമ്മൾ ബൈനോമിയലിൻ്റെ പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ബൈനോമിയൽ ആൻഡ് മോണോമിയലിൻ്റെ പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ മോണോമിയൽ ട്രൈനോമിയലിലും നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് നമ്മൾ മോണോമിയൽ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് 3rd ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം. 3rd ക്വസ്റ്റ്യനിലും ഫൈൻഡ് ദി പ്രൊഡക്റ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് ടേംസ് എന്ന് നോക്കാം. സോ ഇവിടെ ചെയ്യുന്ന സമയത്ത് a² × 2a⁻22 × 4a⁻26 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം കോഎഫിഷ്യൻസ് നോക്കാം. ആ കോഎഫിഷ്യൻസിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കോഎഫിഷ്യൻസ് ഫസ്റ്റിൽ 1 ആണ്, പിന്നെ 2, ദെൻ 4. അപ്പം 1 × 2 2 ആണ്, ദെൻ 2 × 4 8 ആണ്. അപ്പോൾ കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 ആണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സ്പോണൻസ് ആണ്, അതായത് വാരിയബിൾസ് ഉണ്ട്. സോ ആ വാരിയബിൾസ് എക്സ്പോണൻറ്റ് പവേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് വണ്ണിൽ a² ഉണ്ട്, പിന്നെ a22 ഉണ്ട്, പിന്നെ a⁻26 ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പോണൻസിനെ മൾട്ടിപ്ലൈ ചെയ്യല്ല ചെയ്യുക, ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷൻസ് വരുമ്പം എക്സ്പോണൻസ് ആഡ് ചെയ്യുന്നു. അപ്പം ഇവിടെ 2 ഉണ്ട്, ദെൻ നെക്സ്റ്റ് 22, ദെൻ 26. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യണം, എക്സ്പോണൻസ് ആഡ് ചെയ്യണം. സോ ദി ആൻസർ ഇസ് 8a⁻2 + 22 എന്ന് പറയുമ്പം അത് 24 ആവും. 24ഉം ദെൻ 26ഉം ആണ്. 24ഉം 26ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 50 കിട്ടും അല്ലേ? 50 കിട്ടി. സോ a⁻50. സോ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8a⁻50 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ക്ലിയർ ആയല്ലോ. ഇത് 3rd ക്വസ്റ്റ്യനിൽ വന്നതാണ് ഈ ഒരു ടൈപ്പ് പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ആണ് 2/3xy. ഇവിടെ ഫ്രാക്ഷൻസ് ആയിട്ടാണ് നമ്മുടെ കോഎഫിഷ്യൻസ് വരുന്നത്. അപ്പോൾ 2/3 xy then into -9/10 x² y² ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പോഴും ചെയ്യുന്ന എന്താ, കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെയും നമുക്ക് ഫസ്റ്റ് കോഎഫിഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ കോഎഫിഷ്യൻസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 × -9 എന്ന് പറയുന്നത് -18 ആണ്. അപ്പോൾ -18 then divided by 3 × 10 എന്ന് പറയുന്നത് 30. 3 × 10 is 30. അത് എഴുതി കൊടുക്കുക. അപ്പോൾ -18/30 വന്നു. ദെൻ ഇനി നെക്സ്റ്റ് വാരിയബിൾസ് ആണ്. അപ്പോൾ അത് പവർ വരുന്നുണ്ടെങ്കിൽ പവേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ x × x² എന്ന് പറയുമ്പോൾ അത് x³ ആയിട്ട് മാറും. 1 + 2 is 3. അങ്ങനെ അത് x³ ആയി. ദെൻ y × y² is y³ ആയി. അപ്പോൾ y³. സോ ദിസ് ഇസ് ദി ഫൈനൽ ആൻസർ. ഇവിടെ വേണം നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 18ഉം 30ഉം ആണ്. അപ്പോൾ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലേ? നമ്മൾ ഫ്രാക്ഷൻസിന് എപ്പോഴും സിംപ്ലിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് 3ൽ കട്ട് ചെയ്യുമ്പം ഇവിടെ 6 വരും, ഇവിടെ 10 വരും. ദെൻ ഇനി 2ൽ കട്ട് ചെയ്യാം. 2ൽ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3ഉം ഇവിടെ 5ഉം വരും അല്ലേ? 2ൽ കട്ട് ചെയ്യുന്ന സമയത്ത് 3 × 2 6ഉം ദെൻ 2 × 5 10ഉം വരും. അപ്പോൾ നമുക്ക് ഇതിനെ വേണമെങ്കിൽ -3/5 എന്നും കൂടെ എഴുതാം. -3/5 x³ y³. രണ്ട് ആൻസേഴ്സും സെയിം ആണ്. ജസ്റ്റ് അവിടെ വന്ന കോഎഫിഷ്യൻറ്റിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ബാക്കി വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ബാക്കി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 3rd ക്വസ്റ്റ്യൻ ആണ്. 3rd ക്വസ്റ്റ്യനിലും ഇതുപോലെ തന്നെയാണ് വരുന്നത്. 3rd സബ് ക്വസ്റ്റ്യനിലും കോഎഫിഷ്യൻസ് നമുക്ക് ഫ്രാക്ഷൻസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇത് എഴുതി നോക്കാം. -10/3 pq⁻3 then into 6/5 into p³ into q.
അപ്പോൾ ആദ്യം നമ്മൾ കോഎഫിഷ്യൻസ് കൺസിഡർ ചെയ്യുന്നു. -10 × 6 -60 ആണ്. അപ്പോൾ -60 ഡിവൈഡഡ് ബൈ 3 × 5 15 ആണ്. അപ്പോൾ അത് 15 എഴുതി. ഇനി പി ആൻഡ് പി ക്യൂബ് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ അത് p⁴ ആയിട്ട് മാറും. അപ്പോൾ p⁴, ദെൻ ക്യൂവിൻ്റെ പവേഴ്സും 3ഉം 1ഉം ആണ്. അപ്പോൾ 3 + 1 again 4 ആയിട്ട് മാറും. So the answer is -60/50 p⁴ q⁴ ആണ്. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ചെയ്യാം. ദാറ്റ് ഇസ് -60/15നെ 5ൽ കട്ട് ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 5ൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇത് 3 ആയിട്ട് മാറും. ദെൻ ഇവിടെ 12 ആയിട്ട് മാറും, -12. ഇനി 3ൽ കട്ട് ചെയ്യുന്ന സമയത്ത് -4 ആയിട്ട് മാറി. -4/1 വന്നു, ദാറ്റ് ഇസ് -4. അപ്പോൾ ഇതിനെ നമുക്ക് -4 p⁴ q⁴ എന്നും എഴുതാം. രണ്ട് ആൻസേഴ്സും സെയിം ആണ്. സിംപ്ലിഫൈ ചെയ്തിട്ടില്ലെങ്കിലും നോ പ്രോബ്ലം. നമുക്കത് സിംപ്ലിഫൈ ചെയ്യാനുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് എപ്പോഴും ഫ്രാക്ഷൻസ് വരുമ്പം അവിടെ സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാനാണ്. ബട്ട് അവിടെ ഫ്രാക്ഷൻസ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് എക്സ് എന്ന് പറയുന്ന വാരിയബിൾ, ദെൻ അതിന് പവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. എല്ലാ ടേംസും എക്സ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസറും എന്തായിരിക്കും? എക്സ് ആയിരിക്കും അല്ലേ? ബട്ട് അതിൻ്റെ എക്സ്പോണൻസ് ഉണ്ട്. എക്സ്പോണൻസിന് നമ്മൾ എപ്പോഴും എന്താ ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ആഡ് ചെയ്യുന്നു. ദാറ്റ് ഇസ് 1 + 2 + 3 + 4. ഇതാണ് എക്സ്പോണൻസ്. അപ്പോൾ എല്ലാ എക്സ്പോണൻസും കൂടെ നമ്മൾ ആഡ് ആണ് ചെയ്യുന്നത്. സോ ദി ആൻസർ ഇസ് x⁻⁴. 1 + 2 is 3, 3 + 3 is 6, then 6 + 4 is 10. So the final answer is x⁻10 is the final answer. അപ്പം ഈ ഒരു നമ്പേഴ്സ്, അത് നമ്പേഴ്സ് അല്ല, ഇവിടെ വാരിയബിൾസ് ആണ്. ഈ ഒരു വാരിയബിൾസിന്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ ഇസ് x⁻10 ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി വരുന്ന പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രൊഡക്റ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പ്രൊഡക്റ്റിൽ ട്രൈനോമിയൽസ് വരുന്നുണ്ട്, അതുപോലെ മോണോമിയൽസ് വരുന്നുണ്ട്, ബൈനോമിയൽസ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ടേംസിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്